ഈ വീഡിയോയിൽ ഉള്ളത് ഒരു സാങ്കല്പിക കഥ മാത്രമാണ്. ഇതിലെ സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ യാതൊരു യാഥാർത്ഥ്യ വ്യക്തികളുമായി ബന്ധമില്ല. സമാനതകൾ ഉണ്ടായാൽ അത് യാദൃശ്ചികം മാത്രമാണ്. അതാണ് അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് നമ്മളോട് പറഞ്ഞതും. ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും നിങ്ങളോട് പോലും പറയാനുണ്ട്. ഗൾഫിൽ നിന്ന് വരികയാണ്. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കണ്ട സീനും കണ്ട ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ അനുഭവിക്കുന്ന സമയങ്ങളാണ് അത്. അസ്സലാമു ഹക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സത്യം പറയാമെന്ന നമ്മുടെ ചാനലിൽ ഇന്ന് നമ്മുടെ കഥ തുടങ്ങിയിട്ട് രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ആരംഭിക്കുന്നത് അല്ലേ. അപ്പം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടും ഇത് ചെയ്തിട്ടൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേര് കോള് ചെയ്തിട്ട്, ഞാൻ ഇപ്പം ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തന്നെ മിനിഞ്ഞാന്ന് കൊടുത്തപ്പം തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സത്യം എന്താണെന്ന് അറിയണം, സത്യം പറയണം, എന്താണ് നിങ്ങളുടെ കഥ പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, അവസാനം എന്താവും ട്വിസ്റ്റ് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയും എല്ലാ സത്യങ്ങളും എല്ലാം ഇവിടെ വെളിവാക്കിയിട്ട് തന്നെ പറയും. എല്ലാവരെയും ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പച്ചിറച്ചി തിന്നുന്നവരുടെ മുഖംമൂടി അയച്ചിടും എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ഞാനുള്ളത്. അപ്പം അതേപോലെ തന്നെ ഒരുപാട് ഇന്നലത്തെ ഫസ്റ്റ് പാർട്ട് പോയപ്പം തന്നെ ഒരുപാട് പേര് അവരുടെ എൻ്റെ കഥാപാത്രത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സുഹൃത്താക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും പറയാനുണ്ട് എന്നൊക്കെ അവർ ഫോണിലൂടെ സംസാരിക്കുകയാണ്, വാട്സപ്പൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. അത് ആണും പെണ്ണും എല്ലാവർക്കും ഒരുപാട് കള്ളത്തരങ്ങൾ പൊളിക്കാനുണ്ട് എന്നൊക്കെ നിങ്ങൾ തുറന്ന് പറയണം. ഒക്കെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, ഒക്കെ തുറന്ന് പറയും ഇൻഷാ അല്ലാഹ്. ഒക്കെ വഴിയേ വരും. ഞാൻ അതിന് മുന്നേ ചെറിയൊരു കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക്. അതായത് നമ്മളെങ്ങനെയാണ് ഒരു സന്തോഷം കണ്ടെത്തുന്നത്? ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തി എങ്ങനെയാണ്? ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും ആ ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് സന്തോഷങ്ങൾ കണ്ടെത്തുക എങ്ങനെയാണ്? ഒരുപാട് വഴികളുണ്ട് അല്ലേ. കാരണം മക്കളുടെ സന്തോഷം നമുക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. മക്കൾക്ക് സന്തോഷം നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, അവരുടെ സന്തോഷം കാണുമ്പോൾ ബി ഹാപ്പി. അപ്പോൾ നെക്സ്റ്റ് എന്താ, നമുക്ക് ഉപ്പാക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോൾ, അച്ഛനമ്മമാർക്കൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അയൽവക്കത്ത് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ കുടുംബക്കാർക്കൊക്കെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോൾ ഒക്കെ സന്തോഷം തന്നെയായിരിക്കും. കാരണം നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് അത് കൊണ്ടു കൊടുക്കുന്നത്. ആ വാങ്ങുന്നവരും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ അപ്പം നമ്മൾ സന്തോഷം അനുഭവിക്കുക. അപ്പം നമ്മൾ സന്തോഷം അനുഭവിക്കുമ്പോൾ ദുഃഖങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും, എന്നാലും ആ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ച് മറന്ന് സന്തോഷം അനുഭവിക്കുമ്പോൾ അയാൾക്ക് ദുഃഖം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അയാൾക്കൊരു പണി കൊടുക്കണം. എങ്ങനെയാണ് അത് ഈസിയാണ് അല്ലേ. അയാളെ പറ്റി പരദൂഷണം പറയുക, അയാൾ അവിടെ ഇവിടെ പോയിട്ട് പറയുക, അല്ലെങ്കിൽ ഇതേപോലത്തെ സോഷ്യൽ മീഡിയ വെച്ചിട്ട് യൂട്യൂബൊക്കെ വെച്ചിട്ട് എൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് അത് പറയുക. ആ പറയുന്നതിൻ്റെ ഇടക്ക് വേറെ ആളെ നോവിക്കുക, കുത്തുക. അപ്പം അവർക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി, അവർക്ക് പൈസ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ ആ ഫാമിലി പോലും നമ്മൾ പറയുന്ന ഫാമിലിക്ക് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോകുന്നതായിരിക്കും. അവർ ചിലപ്പോൾ അസുഖമായിട്ട് പോകുന്നതായിരിക്കും. എങ്ങനെയൊക്കെ ദിവസം തള്ളി നീക്കി, അതേപോലെ ഒരുപാട് വിഷമിച്ച് ചിലപ്പം ഒന്നിച്ചുള്ളവർ, ചിലപ്പോൾ മക്കൾ മരണപ്പെട്ടിട്ടുണ്ടാവും, ഭാര്യ മരണപ്പെട്ടിട്ടുണ്ടാവും, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സങ്കടമൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടു പോകുമ്പോൾ മക്കള് മരണപ്പെട്ട വേദനന്റെ അത്രയൊന്നും ഉണ്ടാവില്ല. ചിലപ്പം ഭർത്താവ് മരണപ്പെട്ടാലോ ഇതൊന്നും ഉണ്ടാവും സാധ്യത കുറവാണ്. പക്ഷെങ്കിൽ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കും, അതേപോലെ മക്കൾക്ക് ഉപ്പയോ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകാവസാനം വരെ ആ സ്നേഹം അങ്ങനെ ഉണ്ടാവും. ആളെ പോലും ഉപദ്രവിച്ച് അവരുടെ എന്താ പറയുക, നമ്മുടെ ദീനിൽ ആണെങ്കിൽ അവരുടെ ആഖിറം വിശാലമാക്കണേ, അവരുടെ ഖബറും വിശാലമാക്കണേ എന്നൊക്കെ നമ്മൾ ദ്വാരക്കെന്ന് വെച്ചാൽ അവർക്ക് സമാധാനം കിട്ടണേ, അവിടെ സമാധാനം കിട്ടണേ, അവർക്ക് സമാധാനത്തിന് വേണ്ടി നമ്മൾ ഖബറും പുറത്തൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിന് എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ പല രീതിയിലും തെറ്റുകൾ പറഞ്ഞും ആ സമൂഹത്തിൽ മോശമാക്കിയിട്ടും ഒക്കെ നമ്മുടെ ലാഭത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ എത്ര വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ. അതൊക്കെയാണ് ഒരാൾക്ക് സങ്കടം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ പാർട്ടിലോട്ട് പാർട്ട് സെക്കൻഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ഫാസിൽ ഗൾഫിൽ നിന്ന് വരികയാണ്. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കണ്ട സീനും കണ്ട ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ നേരിട്ട് കണ്ടതും കാണാത്തതും മൊബൈലിൽ കണ്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ
സുഹൃത്തുക്കൾ പറഞ്ഞ, നാട്ടുകാർ പറഞ്ഞ, സുഹൃത്തുക്കൾ പറഞ്ഞ, അയൽവാസികൾ പറഞ്ഞതൊക്കെ അവൻ്റെ മനസ്സിലുണ്ട്. അപ്പം എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും വലിയ ടെൻഷൻ അനുഭവിക്കുന്ന സമയങ്ങളാണ് അത്. കാരണം ഇത്രയും കഠിനാധ്വാനം ചെയ്ത് ഗൾഫിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് വെയിലത്തും, കാരണം വേർത്തൊലിക്കുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു പോയാൽ മതി, അപ്പോൾ വേർത്തൊലിക്കുന്ന അത്രയും കഠിന വെയിലത്തൊക്കെ ജോലി ചെയ്ത്, തണുപ്പാണെങ്കിലും മരം കൊച്ചും തണുപ്പുമായിരിക്കും, ആ സമയത്തൊക്കെ ജോലി ചെയ്ത് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രവാസികൾ നാട്ടിൽ വരുമ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ഒരാൾക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായ, എൻ്റെ പെങ്ങന്മാരായ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭർത്താക്കന്മാരെ വഞ്ചിക്കാതെ നിങ്ങൾ അവർക്ക് വേണ്ട സന്തോഷങ്ങൾ നിങ്ങൾ കൊടുത്ത്, നിങ്ങൾക്ക് ഇനിയിപ്പം ഭർത്താവ് വഞ്ചിക്കണ്ട, നിങ്ങൾക്ക് ആ സന്തോഷത്തിൽ ഭർത്താവുമായിട്ട് സന്തോഷം വേണ്ട, നിങ്ങൾക്ക് വേറെ സന്തോഷം ആ രീതിയിൽ പോടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വഞ്ചന എന്നുള്ളത് ഒരിക്കലും പൊറുക്കാൻ പറ്റതാണ്. ചില പുരുഷന്മാർക്ക്, ചില സുഹൃത്തുക്കൾക്ക് അത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അത് ചിലതും പലതും ചെയ്തു പോകും. അങ്ങനെയുള്ള സാഹചര്യം പടച്ചോൻ നമ്മളെ കാക്കട്ടെ. അപ്പം പറഞ്ഞു വരുന്നത്, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പം സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫാസിൽ ചെയ്തത് അവിടെ ഒരു നിരീക്ഷണ ക്യാമറ വെക്കുക എന്നുള്ളതാണ്. അവിടെ CCTV ആ വീട്ടിലോട്ട് വെക്കുകയാണ്. എന്തിനാണ് വെക്കുന്നത്? സാധാരണ അപ്പുറം ഇപ്പുറമൊക്കെ വീടുണ്ട്, എല്ലാം ഉണ്ട്, അവിടെ അങ്ങനത്തെ കളവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ CCTV വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മുടെ കഥാപാത്രത്തിനോട് ഞാനും ആ കഥയിലോട്ട് വരികയാണ്, ഈ ദോസ്തിയും കഥയിലോട്ട് വരികയാണ്. അങ്ങനെ ദോസ്തി പോയിട്ട് ഒരു അവസരത്തിൽ കിട്ടിയപ്പോൾ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് വിശേഷം, സുഖം തന്നെ, റിയാദിൽ എവിടെയാ? നമുക്ക് റിയാദിൽ ഉണ്ടായിരുന്നു. അപ്പോൾ റിയാദിൽ എവിടെയാ? അപ്പോൾ റിയാദിലൊക്കെ കാര്യങ്ങളൊക്കെ പറയും, നല്ല രസമാണ് കേൾക്കാൻ, പഴയ കാര്യങ്ങളൊക്കെ. ബത്തേലാന്നൊക്കെ പറയും, ബത്തേലൊക്കെ നമ്മൾ ജോലി ചെയ്ത. അപ്പം റിയാദിലുണ്ടായിരുന്നു. അപ്പോൾ റിയാദിൽ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പം CCTV കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വീടുണ്ടാക്കി അതിലോട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ CCTV എന്തിനാണ് വെച്ചത്? അപ്പോൾ CCTV ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഏകദേശം അവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയും, കാര്യങ്ങളൊക്കെ ഏകദേശം അറിയും. ഒരു പ്രശ്നങ്ങൾ വന്നു പോകുന്ന ആൾക്കാർ വന്നു പോകുന്ന കാര്യങ്ങളൊക്കെ അറിയും. കാരണം അതൊക്കെ സോഷ്യലാണ്, നമുക്ക് അതൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഈ ഹസീന എന്നുള്ള നമ്മുടെ കഥയിലെ കഥാപാത്രം അത്ര സോഷ്യലാണ്. അപ്പോൾ നമുക്കത് ഡൗട്ട് ചെയ്യേണ്ടിയൊന്നുമില്ല. അപ്പം ഇത് ചില ജീവിതത്തിലൊക്കെ നമുക്ക് സംഭവിച്ചിട്ടാവും ആർക്കെങ്കിലും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാങ്കല്പികം മാത്രമാണല്ലോ. അപ്പോൾ അങ്ങനെ കഥകൾ അങ്ങനെ പോവുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ചോദിച്ചപ്പോൾ അവൻ സങ്കടത്തോടെ കാര്യങ്ങൾ പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ദോസ്തി, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുകയാണ്. അവിടെ കഥ വേറെ രീതിയിലോട്ട് പോവുകയാണ്. പക്ഷേ ഞാൻ എന്ന വ്യക്തി കഥാപാത്രം അതിലോട്ട് പറയുകയാണ്, ഫാസിലെ, അത് നീ വെറുതെ ചിന്തിക്കുന്ന, ആൾക്കാർ പലതും പറയുന്നു, വെറുതെ പറയുകയാണ്. സോഷ്യലാണ്, കുട്ടികളൊക്കെ സോഷ്യലാണ്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്, ഒന്നിച്ച് പഠിച്ച കുട്ടികളൊക്കെ വന്നും പോയിക്കൊണ്ടേയിരിക്കും, അതൊക്കെ വലിയ കാര്യമാക്കണ്ട. പക്ഷേ അതല്ല, അതിന് തെളിവായിട്ട് അവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മൊബൈലിലായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് അവനെ ആശ്വസിപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും പിന്നീട് നമ്മളൊരു കരുതലായിട്ട് നോക്കി. കാരണം നമ്മുടെ ഓരോ ആൾക്കാരെയും കടമയാണ് പ്രവാസികളുടെ വീട് ഒന്ന് നിരീക്ഷണത്തിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ഈ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്ന അവൻ്റെ ഒന്നിച്ച് പഠിച്ച കുട്ടികളുണ്ട്, ഒന്നിച്ച് പഠിച്ച ബെസ്റ്റ് ഫ്രണ്ടായിട്ട് 2 പേരുണ്ട്. അവൻ 2 പേരോട് ഇവൻ എപ്പോഴും സങ്കടം പറയുകയാണ്. അവൻ്റെ ജീവിതത്തിൽ സങ്കടമല്ലാത്ത അവനോട് പറഞ്ഞിട്ടില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം സങ്കടമല്ലാതെ അവനോട് പറഞ്ഞു. ഏത് സമയത്തും ഫാസിൽ വിളിച്ചു കഴിഞ്ഞാൽ സങ്കടത്തിൻ്റെ കെട്ടുകൾ അഴിക്കുകയായിരുന്നു. അതാണ് അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് നമ്മളോട് പറഞ്ഞതും. ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും നിങ്ങളോട് പോലും പറയാനുണ്ട്. അത് പതിയെ നിങ്ങളോട് പറയും. അവർ വന്നിട്ട് തന്നെ ഫേസ് ടു ഫേസ് തന്നെ അവർ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയും നിങ്ങളോട്. അതിനൊന്നും ആരും പേടിക്കുന്നൊന്നുമില്ല, എല്ലാ കാര്യങ്ങൾക്കും പറയും. അപ്പം നമ്മൾ കഥകൾ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഈ വീടെടുത്തു. ഇപ്പം ഫാസിൽ 2 നില വീട്, മനോഹരമായ വീടാണ് ആ ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയത്. പക്ഷെ അതിൻ്റെ ലോൺ എന്ന് പറഞ്ഞാൽ 12 ലക്ഷം കൂടാതെ തന്നെ 5 ലക്ഷം വേറെയും ഉണ്ടായിരുന്നു. ആ വീട്ടിന് തന്നെ 17 ലക്ഷത്തോളം ലോണ് ആ വീട്ടിനുണ്ട്.
അതുകൂടാതെ 9 ലക്ഷത്തിൻ്റെ ലോണ് വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവാസിക്ക് താങ്ങുന്നതിന് ഓൻ്റെ ഒരു 60 വയസ്സ് വരെ ജോലി ചെയ്താൽ വിടാൻ പറ്റാത്തത്രയും കടം അവൻ ഓൾറെഡി കടത്തിലായി കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഇത്രയും 20 ലക്ഷത്തിൻ്റെ മേലെ കടം എന്ന് 17ഉം 9ഉം 26 ലക്ഷം 25-26 ലക്ഷം ഉറുപ്പ്യൻ്റെ കടത്തിൽ കുളിച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഭാര്യ ഉണ്ട്, ഹസീന ഉണ്ട്. ഹസീനക്കാണെങ്കിൽ ഒരു കാർ എടുത്തു കൊടുത്തു. ഇവനിക്കാണെങ്കിൽ ഓട്ടാനൊരു ബൈക്ക്, വീടാണെങ്കിൽ ഫുൾ ലോണ്. അതുമാത്രമല്ല ഹസീനയ്ക്ക് ഒരു ജോലി എന്ന് വേണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ അവൾക്ക് ഒരു ഓഫീസ് ഇട്ടുകൊടുത്തു. ഓഫീസിനാണെങ്കിൽ അതിനും ചെലവായി 5 ലക്ഷത്തോളം. അങ്ങനെ ചുരുക്കി പറഞ്ഞ 25-26 ലക്ഷം ഉറുപ്പ്യ ഈ ചെറുപ്പക്കാരൻ കടത്തിലോട്ടായി. ആരാണ് കടത്തിൽ ഉണ്ടാക്കിയത്? ആരാണ് കടം ഉണ്ടാക്കിയത്? എനിക്ക് പറയാനുള്ളത്, വീടുണ്ടാക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ചുണ്ടാക്കുക. കടത്തിലോട്ട് ഒരിക്കലും കടം കൊണ്ട് വീടുണ്ടാക്കരുത്, കടം കൊണ്ട് ജോലി ചെയ്യരുത്, കടം കൊണ്ട് ഇതൊക്കെ നമ്മളടക്കം പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്നാൽ ഒതുങ്ങിയിട്ട്, നമുക്കതിൻ്റെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഒരു ബാക്കപ്പ് ഇല്ലാതെ, നമുക്ക് സ്ഥലമോ കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ ലോണിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ, നമ്മൾ പ്രവാസി ജീവിതം എന്ന് കഴിഞ്ഞാൽ ഒരു മുള്ളു തറച്ചാലോ ഒരു കാലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ, നമ്മളൊരു ആക്സിഡൻറ്റോ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ വീടും നമ്മുടെ എല്ലാം ലൈഫേ കൊഞ്ഞാട്ടിയായി പോകുന്നൊരവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ലോൺ എടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ചെറുപ്പക്കാരന് പറ്റിയത് അത് തന്നെയാണ്. ലോണിൻ്റെ ടെൻഷൻ ഒരു ഭാഗത്ത്, ഫാമിലി മാറ്റർ ആണെങ്കിൽ ഒരു ഭാഗത്ത്, നല്ല സുന്ദരമായ 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ വിചാരിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ആ പാവം ചെറുക്കൻ അങ്ങനെ ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രം. പക്ഷേ ഇത്രയും ലോൺ ആക്കിയതിൻ്റെ പിന്നിലും ഒരു കുബുദ്ധി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷം അവനെ ഗൾഫിൽ തളച്ചിടാം, പ്രവാസിയെ തളച്ചിടാം. അപ്പോൾ ഇവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ, എനിക്ക് ഓഫീസുണ്ട്, രാവിലെ കാർ എടുത്ത് പോകുന്നു, വരുന്നു, കുറേ ആൾക്കാർ വരുന്നു, പോകുന്നു, പാർട്ടി നടത്തുന്നു, ബർത്ത്ഡേ പാർട്ടി നടത്തുന്നു, ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്നു, അവിടെ റീൽസ് ഇടുന്നു, ഇവിടെ റീൽസ് ഇടുന്നു, അടിപൊളി. കാണാൻ എന്താണ്, ആകെ പുറത്തൊന്നും ഇറങ്ങൂല, മുഖം ചിലപ്പം ചില സമയം ഇതൊക്കെ ഇട്ടിട്ടാണ് ഹസീന നടക്കാറ്. ഹസീനയുടെ കളത്തരങ്ങൾ ഇനി പൊളിയാൻ ഒരുപാടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നേരിട്ട് വന്ന് പറയാമെന്ന് പോലും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥകൾ പോകുന്നത് ഇങ്ങനെയാകുമ്പോൾ നമ്മളെ ഒരു കഥയിലോട്ട് തന്നെ ഞങ്ങൾ നിൽക്കണം, ലൈവായിട്ട് നിൽക്കുക. അപ്പം ഈ അങ്ങനെ ഇത്രയും കടം ആക്കി വെച്ച ഈ ഫാസിൽ എന്താ ചെയ്യാം? ഒന്നും ചെയ്യാനില്ല, ഗൾഫിൽ പോവുക വരിക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വീടെടുക്കാൻ വേണ്ടി അവരുടെ ജ്യേഷ്ഠന്മാരൊക്കെ, അപ്പോൾ ഫാസിലിനൊക്കെ ജ്യേഷ്ഠനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജ്യേഷ്ഠനൊക്കെ വന്നിട്ട് ഒരുപാട് തടി കൊണ്ട് അധ്വാനിച്ചിട്ടുണ്ട്, പൈസ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ ഭാര്യമാർ സഹായിച്ചിട്ടുണ്ട്. ഭാര്യമാർ എങ്ങനെയാണ് സഹായിക്കുക? ഇവരുടെ ഹസീന ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ നോക്കുന്നത് ഭാര്യമാരാണ്, കുട്ടികളെ നോക്കുന്നത് ആൾക്കാരാണ്, അങ്ങനെ അവരുടെ ആൾക്കാരാണ്. ഇവരുടെ ഹസീനയുടെ ഉമ്മയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്നിട്ട് ആവശ്യം നിറവേറ്റി അവർ പോകാന്നല്ലാണ്ട്, ജോലി അടിച്ച് പോകാന്നല്ലാണ്ട് ഇവരുടെ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ ഫാസിലിൻ്റെ ഉമ്മയും അവരുടെ സഹോദരങ്ങളുടെ ഭാര്യമാരും എന്നതാണുള്ള അടിവരയിട്ട് പറയേണ്ടതാണ്. പക്ഷേ അതൊന്നും നമ്മുടെ വ്യൂസ് കൂട്ടണമെങ്കിൽ അതിനൊക്കെ കുറ്റം പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താകും വ്യൂസ് കൂട്ടുകയുള്ളൂ, നമുക്ക് സിമ്പതി കിട്ടുകയുള്ളൂ. നിങ്ങളെ മാനസികാവസ്ഥ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഇതൊക്കെ നമ്മൾ ചൂഷണം ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വികാരങ്ങളെ നമ്മൾ ചൂഷണം ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കുറച്ച് സങ്കടങ്ങൾ ഇട്ട് തരണം. സങ്കടങ്ങൾ ഇട്ട് തരണമെങ്കിൽ എന്നെ അവർ ആക്രമിച്ചു, എനിക്കവർ പാല് തന്നില്ല, എൻ്റെ കുട്ടിക്ക് ബുക്ക് വാങ്ങിക്കൊടുത്തില്ല, എൻ്റെ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തില്ല, എന്നെ ഇങ്ങനെ നോക്കിയില്ല, എൻ്റെ ഉപ്പ എപ്പോഴും വീട്ടിൽ ദേഷ്യക്കാരനാണ്, ഉപ്പ എപ്പോഴും വീട്ടിൽ ദേഷ്യം അഭിനയിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ പെൺമക്കളോടും എൻ്റെ സഹോദരിമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. ഉപ്പമാർ എപ്പോഴും ഗൗരവത്തിനായിരിക്കും. അത് എൻ്റെ ഉപ്പ ആയിക്കോട്ടെ, അതിൽ ഫാസിലിൻ്റെ ഉപ്പ ആയിക്കോട്ടെ, ഹസീനയുടെ ഉപ്പ ആയിക്കോട്ടെ, എല്ലാവരും അവർ എന്താ പറയുക, എപ്പോൾ ഒരു ഗൗരവത്തിൽ അവർ ആ പൊസിഷനിൽ നിന്നാൽ മാത്രമേ അവിടെ എപ്പോഴും സമാധാനം ഉണ്ടാവൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സന്തോഷങ്ങൾ അവർക്ക് ഒരുപാട് സന്തോഷിക്കാനൊക്കെ താല്പര്യമുണ്ട്, എല്ലാം ഉണ്ട്, സന്തോഷിക്കുന്നുണ്ട്, മനസ്സിൽ എല്ലാം ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കുറവായിരിക്കും. പക്ഷെ അതിനെ നമുക്ക് കുറവാക്കിയിട്ട് ഇവിടെ വീഡിയോ ചെയ്തിട്ട് ഉപ്പ അങ്ങനെയാണ്, അമ്മായിമാർ അങ്ങനെയാണ്, അവർക്കാർക്കും അവിടെ ഇഷ്ടമില്ല, അവർക്കാർക്കും ഇവിടെ ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ ഈ നമ്മൾ എത്ര നന്നായിരിക്കണം. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ആ കുറ്റം പറയുന്ന ആൾ എത്ര തെറ്റ് ചെയ്യുന്ന ആളായിരിക്കും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ, അതായത് ഞാനിപ്പം നിങ്ങളോട് ഒരാളെ പറ്റി കുറ്റം പറയാൻ ഞാനാ കുറ്റക്കാരൻ, അപ്പം നിങ്ങൾ കരുതുക
അവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരായിരിക്കും അത് ചെയ്തത്, കുറ്റം ചെയ്തത്. അല്ലാതെ ഒരിക്കലും ഒരു കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഞാനാണെങ്കിൽ ഞാൻ അത് പുറത്ത് പറയില്ല, ഒരാൾ അപമാനിക്കില്ല. അത് കഴിഞ്ഞത് കഴിഞ്ഞു, അത് അങ്ങനെ വിടും. അങ്ങനെ പിന്നെ ഒരുപാട് വരാനുണ്ടേ, സ്റ്റോറികൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ചുരുക്കി പറയാം, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് ഇവിടെ ഇവൻ വീണ്ടും ഗൾഫിലോട്ട് പോവുകയാണ്. ഗൾഫിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഗൾഫിലോട്ട് ഇവൻ വീണ്ടും ഗൾഫിലോട്ട് പോവുകയാണ്. ഗൾഫിലോട്ട് പോയ ആ സമയത്താണ് അവിടെ മരണം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇവൻ ഗൾഫിലോട്ട് പോയത്? എങ്ങനെയാണ് ഈ ഫാസിലിനെ യാത്ര അയച്ചത്? അതൊരു വല്ലാത്തൊരു രംഗാണ് ആ യാത്ര. അവൻ്റെ കുടുംബക്കാർ എന്നോട് പറഞ്ഞു, ആ രംഗം, ആ ഭക്ഷണം കിട്ടാതെ പോയ ഒരു രംഗം പറഞ്ഞപ്പോൾ വളരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഞാൻ പോലും. നമ്മുടെ മക്കളുടെ ഭാര്യമാരും നമ്മുടെ മക്കളും ഒക്കെ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സോൾവ് ചെയ്ത് അവരോട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ സമ്മതിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പോകുന്ന തെറ്റുകൾ കണ്ടെത്തി അവരെ തിരുത്താൻ ശ്രമിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവില്ല. അപകടങ്ങൾ തൊട്ട് നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ, സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ബൈ.